അപ്പോൾ ഈ ഉറക്കക്കുറവ് എങ്ങനെയാണ് ബ്രെയിനിനെ ബാധിക്കുന്നത്? ഉറക്കക്കുറവ് ബ്രെയിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും. നമ്മുടെ ബ്രെയിൻ ഒരു ദിവസം രാവിലെ നമ്മൾ എണീറ്റതിന് ശേഷം നോർമലായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ്, തിങ്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിയാവണമെങ്കിൽ തലേദിവസം രാത്രിയിൽ ഒരു ഉറക്കം മസ്റ്റാണ്. സോ ഇങ്ങനെ ഉറക്കക്കുറവുള്ളവർക്ക് ഡേ ടൈം പെർഫോമൻസ് കുറവായിട്ട് കാണപ്പെടുന്നു. അതായത് ഇവർക്ക് ചിന്താശേഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് അതൊക്കെ കുറവായിട്ട് കാണപ്പെടുന്നു. ഇത് മാത്രമല്ല ഓർമ്മയുടെ കുറവുകളും ഒക്കെ ഇവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഉറക്കക്കുറവുള്ളവർക്ക് സ്ട്രോക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സ്ട്രോക്ക്, അങ്ങനെ തലവേദന, ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ഇതൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള രോഗികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. സോ ഉറക്കം ഇത് എല്ലാ ബ്രെയിൻ്റെ അസുഖങ്ങളുമായിട്ട് ഓൾമോസ്റ്റ് റിലേറ്റഡ് ആണ്. അതായത് നമുക്ക് മൈഗ്രെയിൻ ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും ഇതൊക്കെ ആയിട്ടും റിലേറ്റഡ് ആണ്. സോ നമ്മുടെ നോർമൽ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു 6 to 8 hours പെർ ഡേ സ്ലീപ്പ് അത്യാവശ്യമാണ്. മിനിമം അല്ലേ? മിനിമം 6 to 8 hours ആവശ്യമാണ്. അതില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ നോർമൽ പ്രവർത്തനം നടക്കത്തില്ല. പല പ്രവർത്തനങ്ങളും തടസ്സമാകും. ഇപ്പം പല ദിവസങ്ങളിൽ ഇന്ന് രാവിലെ കൂടെ ഞാൻ പേഷ്യൻറ്റിനെ കണ്ടിരുന്നു. അതായത് അവർക്ക് ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്കറാണ്. സോ അങ്ങനെ വരുമ്പം കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നില്ല. IT പ്രൊഫഷണലാണ്, സ്ക്രീൻ ടൈം കൂടുതൽ, എനിക്ക് നൈറ്റ് IT പ്രൊഫഷണൽ ജോലിയാണ്. സോ അതുകൊണ്ട് ഓർമ്മക്കുറവ് ആണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം ഇപ്പോൾ കൂടി വരിക. സോ ഇതൊക്കെ നമുക്കൊരു നോർമൽ പ്രവർത്തനങ്ങൾക്ക് ഉറക്കം അത്യാവശ്യമാണ്.